ധാരാളം തസ്തികകളിലേക്ക് വളരെ പ്രധാനപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും പുതിയ സിലബസിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഭാരതീയ ന്യായ സംഹിത. അതിൻ്റെ അകത്ത് നിന്ന് സ്പെഷ്യൽ ടോപ്പിക്സിന് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ തസ്തികകളിലേക്ക് എല്ലാം തന്നെ അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ സിലബസ്, ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റുകളും പരമാവധി പ്രീവിയസ് ക്വസ്റ്റുകൾ ഉൾപ്പെടുത്തിയാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ള. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഭാരതീയ ന്യായ സംഹിതയുടെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ വിശദീകരണം ഉൾപ്പെടെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഭാരതീയ ന്യായ സംഹിത 2023 നിലവിൽ വന്നത് ഏത് നിയമത്തിന് പകരമായാണ്? ഭാരതീയ ന്യായ സംഹിത 2023 നിലവിൽ വന്നത് ഏത് നിയമത്തിന് പകരമായാണ്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരമെന്ന് കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, ഇന്ത്യൻ ശിക്ഷാ നിയമം 1860, ഇന്ത്യൻ പീനൽ കോഡ് 1860. ഭാരതീയ ന്യായ സംഹിത 2023 ഇന്ത്യൻ ശിക്ഷാ നിയമം 1860 പകരമായി നിലവിൽ വന്ന ഒരു പുതിയ ക്രിമിനൽ നിയമ സംഹിതയാണ്. ഇത് ക്രിമിനൽ കുറ്റകൃത്യങ്ങളെയും അവയ്ക്കുള്ള ശിക്ഷകളെയും സംബന്ധിച്ച വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നു. അപ്പോൾ ഭാരതീയ ന്യായ സംഹിത 2023 നിലവിൽ വന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമം 1860 പകരമായാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഭാരതീയ ന്യായ സംഹിത 2023 അനുസരിച്ച് തീവ്രവാദം എന്ന കുറ്റകൃത്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? ഭാരതീയ ന്യായ സംഹിത 2023 അനുസരിച്ച് തീവ്രവാദം എന്ന കുറ്റകൃത്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? 4 വകുപ്പുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, വകുപ്പ് 111, സെക്ഷൻ 111. ഭാരതീയ ന്യായ സംഹിത 2023 വകുപ്പ് 111 തീവ്രവാദം എന്ന കുറ്റകൃത്യത്തെ നിർവചിക്കുകയും അതിനുള്ള ശിക്ഷകൾ വ്യവസ്ഥ ചെയ്യുകയും ചെയ്യുന്നു. ഇത് മുൻപ് പലപ്പോഴും പ്രത്യേക നിയമങ്ങളിലൂടെ കൈകാര്യം ചെയ്തിരുന്ന ഈ കുറ്റകൃത്യത്തെ മുഖ്യധാര ക്രിമിനൽ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരുന്നു. അപ്പോൾ ഭാരതീയ ന്യായ സംഹിത 2023 വകുപ്പ് 111 എന്ന വകുപ്പ് 111 തീവ്രവാദം എന്ന കുറ്റകൃത്യത്തെ നിർവചിക്കുകയും അതിനുള്ള ശിക്ഷകൾ വ്യവസ്ഥ ചെയ്യുകയും ചെയ്യുന്നു. മറക്കരുത്. അടുത്ത ക്വസ്റ്റ്യൻ. കൂട്ടബലാത്സംഗത്തിന്, അതായത് ഗാങ് റേപ്പ്, ഭാരതീയ ന്യായ സംഹിത 2023 അനുസരിച്ച് ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്താണ്? കൂട്ടബലാത്സംഗത്തിന് ഭാരതീയ ന്യായ സംഹിത 2023 അനുസരിച്ച് ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്താണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, കണ്ടുപിടിച്ചോ? ഏതാണ്? 20 വർഷത്തിൽ കുറയാത്ത കഠിന തടവ്. ഭാരതീയ ന്യായ സംഹിത 2023 വ്യവസ്ഥകൾ പ്രകാരം കൂട്ടബലാത്സംഗത്തിന് കുറഞ്ഞത് 20 വർഷം കഠിന തടവോ അല്ലെങ്കിൽ ജീവപര്യന്തം തടവോ ആണ് ശിക്ഷ. ഇത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ കൂടുതൽ കർശനമായ നിലപാടെടുക്കുന്നതിന്റെ ഭാഗമാണ്. അപ്പോൾ ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി അല്ലെ, 20 വർഷത്തിൽ കുറയാത്ത കഠിന തടവ്. അടുത്ത ക്വസ്റ്റ്യൻ. ഭാരതീയ ന്യായ സംഹിത 2023 പ്രകാരം ആക്രമിക്കാനുള്ള ശ്രമം എന്ന കുറ്റകൃത്യത്തിന് നൽകാവുന്ന ഏറ്റവും കൂടിയ ശിക്ഷ എന്താണ്? ഭാരതീയ ന്യായ സംഹിത 2023 പ്രകാരം ആക്രമിക്കാനുള്ള ശ്രമം എന്ന കുറ്റകൃത്യത്തിന് നൽകാവുന്ന ഏറ്റവും കൂടിയ ശിക്ഷ എന്താണ്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, ജീവപര്യന്തം തടവ്. ഭാരതീയ ന്യായ സംഹിത ഈ 2023 വകുപ്പ് 107
അത് മുൻപ് IPC 307 ആയിരുന്നു. അനുസരിച്ച് ഒരാളെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ? ഈ കുറ്റകൃത്യത്തിന് ജീവപര്യന്തം തടവ് വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. കൂടാതെ പിഴയും ഈടാക്കാവുന്നതാണ്. മാരകമായ ആയുധങ്ങൾ ഉപയോഗിച്ചോ ഗുരുതരമായ പരിക്കുണ്ടാക്കിയോ ആണ് ശ്രമിക്കുന്നതെങ്കിൽ ശിക്ഷ കഠിനമായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. ഭാരതീയ ന്യായ സംഹിത 2023 രാജ്യദ്രോഹം എന്ന കുറ്റകൃത്യത്തിന് പകരം കൊണ്ടുവന്ന പുതിയ പേര് എന്താണ്? ഭാരതീയ ന്യായ സംഹിത 2023 രാജ്യദ്രോഹം എന്ന കുറ്റകൃത്യത്തിന് പകരം കൊണ്ടുവന്ന പുതിയ പേര് എന്താണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരിയുത്തരം? ഏതാണ് ശരിയുത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. ഇന്ത്യയുടെ പരമാധികാരത്തെയും ഐക്യത്തെയും അഖണ്ഡതയെയും അപകടപ്പെടുത്തൽ. ഭാരതീയ ന്യായ സംഹിത 2023 രാജ്യദ്രോഹം എന്ന വാക്ക് ഒഴിവാക്കി പകരം ഇന്ത്യയുടെ പരമാധികാരത്തെയും ഐക്യത്തെയും അഖണ്ഡതയെയും അപകടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ എന്ന പുതിയൊരു വകുപ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ മാറ്റം രാജ്യദ്രോഹ നിയമത്തിന്റെ ദുരുപയോഗം തടയുന്നതിനും അതേസമയം രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ലക്ഷ്യമിടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഭാരതീയ ന്യായ സംഹിത 2023 പ്രധാന മാറ്റങ്ങളിലൊന്ന് ചെറിയ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള പുതിയ വ്യവസ്ഥയാണ്. ഇതനുസരിച്ച് ചെറിയ കുറ്റകൃത്യങ്ങൾക്ക് പകരം പിഴയടയ്ക്കാൻ കഴിയാതെ വരുമ്പോൾ കോടതിക്ക് എന്ത് ചെയ്യാൻ അധികാരമുണ്ട്? ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി കേൾക്കുക. ഭാരതീയ ന്യായ സംഹിത 2023 പ്രധാന മാറ്റങ്ങളിലൊന്ന് ചെറിയ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള പുതിയ വ്യവസ്ഥയാണ്. ഇതനുസരിച്ച് ചെറിയ കുറ്റകൃത്യങ്ങൾക്ക് പകരം പിഴ അടയ്ക്കാൻ കഴിയാതെ വരുമ്പോൾ കോടതിക്ക് എന്ത് ചെയ്യാൻ അധികാരമുണ്ട്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരിയുത്തരം? ഏതാണ് ശരിയുത്തരം? ഓപ്ഷൻ എ ആണല്ലേ. സാമൂഹിക സേവനം ചെയ്യാൻ ഉത്തരവിടാം. ഭാരതീയ ന്യായ സംഹിത 2023 ഒരു പ്രധാന പരിഷ്കാരം ചെറിയ കുറ്റകൃത്യങ്ങൾക്ക് പിഴ അടയ്ക്കാൻ കഴിയാത്തവർക്ക് സാമൂഹിക സേവനം വിധിക്കാനുള്ള വ്യവസ്ഥയാണ്. ഇത് ജയിൽവാസം ഒഴിവാക്കി കുറ്റവാളികളെ സമൂഹത്തിന്റെ ഭാഗമാക്കി നിർത്താനും പുനരധിവസിപ്പിക്കാനും സഹായിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. ഭാരതീയ ന്യായ സംഹിത 2023 അനുസരിച്ച് ഒരാൾക്ക് പരമാവധി എത്ര വർഷം വരെ തുടർച്ചയായി ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നാൽ ആ ശിക്ഷ റദ്ദാക്കാൻ വ്യവസ്ഥയുണ്ട്? ഭാരതീയ ന്യായ സംഹിത 2023 അനുസരിച്ച് ഒരാൾക്ക് പരമാവധി എത്ര വർഷം വരെ തുടർച്ചയായി ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നാൽ ആ ശിക്ഷ റദ്ദാക്കാൻ വ്യവസ്ഥയുണ്ട്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരിയുത്തരം? ഏതാണ് ശരിയുത്തരം? ഓപ്ഷൻ സി ആണല്ലേ. 20 വർഷം. പുതിയ നിയമം അനുസരിച്ച് ഒരാൾക്ക് ഒരു കുറ്റത്തിന് 20 വർഷമോ അതിൽ കൂടുതലോ തടവ് ശിക്ഷ വിധിക്കപ്പെട്ടാൽ 20 വർഷം ജയിൽവാസം പൂർത്തിയാക്കിയാൽ ശിക്ഷ റദ്ദാക്കുന്നത് സംബന്ധിച്ച് പരിഗണിക്കാവുന്നതാണ്. അതെങ്ങനെയാണ്? പുതിയ നിയമം അനുസരിച്ചാണ്. ഇത് ജയിൽ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന വ്യവസ്ഥയാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പുതിയ നിയമം അനുസരിച്ച് ഒരാൾക്ക് ഒരു കുറ്റത്തിന് 20 വർഷമോ അതിൽ കൂടുതലോ തടവ് ശിക്ഷ വിധിക്കപ്പെട്ടാൽ 20 വർഷം ജയിൽവാസം പൂർത്തിയാക്കിയാൽ ശിക്ഷ റദ്ദാക്കുന്നത് സംബന്ധിച്ച് പരിഗണിക്കാവുന്നതാണ്. ഇതിൽ ജയിൽ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന വ്യവസ്ഥയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. സംഘടിത കുറ്റകൃത്യങ്ങൾ ഓർഗനൈസ്ഡ് ക്രൈം ഭാരതീയ ന്യായ സംഹിത 2023 പ്രത്യേകമായി നിർവചിക്കുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. ഇത് ഏത് വകുപ്പുമായി ബന്ധപ്പെട്ടതാണ്? 4 വകുപ്പുകൾ താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ സംഘടിത കുറ്റകൃത്യങ്ങൾ ഭാരതീയ ന്യായ സംഹിത 2023 പ്രത്യേകമായി നിർവചിക്കുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. ഇത് ഏത് വകുപ്പുമായി ബന്ധപ്പെട്ടതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരിയുത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരിയുത്തരം? വകുപ്പ് 109 ആണല്ലേ. സെക്ഷൻ 109. ഭാരതീയ ന്യായ സംഹിത 2023 വകുപ്പ് 109 സംഘടിത കുറ്റകൃത്യങ്ങൾ എന്നതിനെ നിർവചിക്കുകയും
അത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കഠിനമായ ശിക്ഷകൾ വ്യവസ്ഥ ചെയ്യുകയും ചെയ്യുന്നു. ഇത് സംഘടിത ക്രിമിനൽ സംഘങ്ങളെ നേരിടാൻ ലക്ഷ്യമിടുന്നു. അപ്പോൾ വകുപ്പ് 109 പ്രത്യേകം ഓർത്തിരിക്കണം. സംഘടിത കുറ്റകൃത്യങ്ങൾ ഭാരതീയ ന്യായ സംഹിതയിലെ 2023 വകുപ്പ് 109 സംഘടിത കുറ്റകൃത്യങ്ങൾ എന്നതിനെ നിർവചിക്കുകയും അത്തരം കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നത് കഠിനമായ ശിക്ഷകൾ വ്യവസ്ഥ ചെയ്യുകയും ചെയ്യുന്നു. ഇത് സംഘടിത ക്രിമിനൽ സംഘങ്ങളെ നേരിടാൻ ലക്ഷ്യമിടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഭാരതീയ ന്യായ സംഹിത 2023 പ്രകാരം അധികാര ദുർവിനിയോഗം എന്ന കുറ്റകൃത്യത്തിന് സാധാരണയായി എന്ത് ശിക്ഷയാണ് ലഭിക്കുക? ഭാരതീയ ന്യായ സംഹിത 2023 പ്രകാരം അധികാര ദുർവിനിയോഗം എന്ന കുറ്റകൃത്യത്തിന് സാധാരണയായി എന്ത് ശിക്ഷയാണ് ലഭിക്കുക? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരിയുത്തരം? ഏതാണ് ശരിയുത്തരം? ഓപ്ഷൻ ഏതാണ് ശരിയുത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. 3 വർഷം വരെ തടവും പിഴയും. ഇംപ്രിസൺമെന്റ് അപ് ടു 3 years ആൻഡ് ഫൈന്. പൊതുപ്രവർത്തകർ അല്ലെങ്കിൽ അധികാര സ്ഥാനങ്ങളിലുള്ളവര് തങ്ങളുടെ അധികാരം ദുരുപയോഗം ചെയ്യുന്നത് ഭാരതീയ ന്യായ സംഹിത 2023 പ്രകാരം ഒരു കുറ്റകൃത്യമാണ്. ഇതിന് സാധാരണയായി 3 വർഷം വരെ തടവും പിഴയും ശിക്ഷയായി ലഭിക്കാം. കുറ്റകൃത്യത്തിന്റെ സ്വഭാവം അനുസരിച്ച് ശിക്ഷയിൽ മാറ്റങ്ങൾ വരാം. അപ്പോൾ ഈ ഭാരതീയ ന്യായ സംഹിത 2023 പ്രകാരം അധികാര ദുർവിനിയോഗം നടന്നാൽ എന്ത് ശിക്ഷയാണ് ലഭിക്കുക? 3 വർഷം വരെ തടവും പിഴയും. അടുത്ത ക്വസ്റ്റ്യൻ. ഭാരതീയ ന്യായ സംഹിത 2023 വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് എന്നതുമായി ബന്ധപ്പെട്ട പുതിയ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ കുറ്റകൃത്യത്തിന് സാധാരണയായി എത്ര വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം? ഭാരതീയ ന്യായ സംഹിത 2023 വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് എന്നതുമായി ബന്ധപ്പെട്ട പുതിയ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ കുറ്റകൃത്യത്തിന് സാധാരണയായി എത്ര വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരിയുത്തരം? ഏതാണ് ശരിയുത്തരം? ഓപ്ഷൻ സി ആണല്ലേ. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം. ഭാരതീയ ന്യായ സംഹിത 2023 വകുപ്പ് 69 വിവാഹം വാഗ്ദാനം നൽകി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് എന്ന കുറ്റകൃത്യത്തിനെ കുറിച്ച് വ്യക്തമാക്കുന്നു. അപ്പോൾ ഏത് വകുപ്പാണ്? വകുപ്പ് 69. ഇതിന് സാധാരണയായി 10 വർഷം വരെ തടവും പിഴയും ശിക്ഷയായി ലഭിക്കാം. ഈ വ്യവസ്ഥ സ്ത്രീകളെ വഞ്ചിക്കുന്നതിൽ നിന്ന് സംരക്ഷിക്കാൻ ലക്ഷ്യമിടുന്നു. അപ്പോൾ വകുപ്പ് കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഏതാണ് വകുപ്പ്? 69. അപ്പോൾ അതിന്റെ ലക്ഷ്യം എന്താണ്? ഈ സ്ത്രീകളെ വഞ്ചിക്കുന്നതിൽ നിന്ന് സംരക്ഷിക്കാൻ ലക്ഷ്യമിടുന്നു. അപ്പോൾ ഭാരതീയ ന്യായ സംഹിത 2023 വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഈ പുതിയ വ്യവസ്ഥകൾ ഇതിനുമായി ബന്ധപ്പെട്ട പുതിയ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ കുറ്റകൃത്യത്തിന് സാധാരണയായി എത്ര വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം? 10 വർഷം വരെ, അപ് ടു 10 years. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.